ഹേ ഗായ്സ്, അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് അമ്പലത്തിൽ പോകുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ സമയം 9:30 രാത്രി. പിന്നെ ഒന്നും നോക്കിയില്ല, അന്ന് തുണിയൊക്കെ നനച്ചിട്ട് എന്നിട്ട് രാവിലെ ആയപ്പോൾ സൈക്കിൾ എടുത്ത് അങ്ങോട്ട് പോയി. ഇത് ഞങ്ങളുടെ അവിടുത്തെ ഞങ്ങളുടെ സ്വന്തം റോഡ്, നല്ല ഭംഗിയുണ്ടല്ലാണ്. ഞങ്ങളുടെ പള്ളി, അത് കഴിഞ്ഞിട്ട് പിന്നെ മനോഹാരിതകൾ, പിന്നെ ഞങ്ങളുടെ സൈക്കിൾ വെച്ച് അമ്പലത്തിൽ എത്തിയപ്പോൾ എന്നിട്ട് അമ്പലത്തിനകത്തേക്ക് ഈ അമ്പലത്തിലേക്ക് ഒരു പ്രത്യേക വൈബാണല്ലേ. അവിടെ ചെന്നപ്പോൾ തന്നെ അവിടെ കുറേ പട്ടി കുഞ്ഞുങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെരുപ്പ് ഉരുട്ടിട്ട് ഞാൻ നേരെ അങ്ങനെ നടന്ന് എങ്ങടെ അമ്പലക്കുളത്തിലേക്ക് വെള്ളം തളിക്കണ്ടേ. ഇന്നിപ്പോൾ ഇത് നല്ല രസമുണ്ടായിരുന്നു. അമ്പലക്കുളത്തേക്ക് ചെന്ന് അവിടുന്ന് കൈയും കലയൊക്കെ കഴുകി വെള്ളമൊക്കെ തെളിച്ച് ഞങ്ങൾ തിരിച്ച് കയറി. അമ്പലക്കുളത്തിന് 2 ഭാഗങ്ങളുണ്ട്, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും. ഞാൻ സ്ത്രീകളുടെ അങ്ങോട്ട് കയറി. എന്തിനാ വെറുതെ പുരുഷന്മാരുടെ ഇതിലോട്ട് നോക്കുന്നത്? നമ്മൾ അങ്ങോട്ടൊന്നും നോക്കാണ്ട് നമ്മൾ നേരെ നടന്നുപോയി. എന്നിട്ട് പിന്നെ അവിടെ പോയി തൊഴുത് നേരെ പോന്നു. എന്തെങ്കിലുമൊക്കെ വഴിപാടൊക്കെ നടത്തണ്ടേ. അതിന് നേരെ കൗണ്ടറിൽ ചെന്ന് പട്ടുമഞ്ഞൾ എഴുതിച്ച് കുറച്ച് ചില്ലറയൊക്കെ മേടിച്ച് നേരെ കാവിലേക്ക് പോയി പ്രാർത്ഥിച്ചിട്ട് അവിടെ പട്ടുമഞ്ഞൾ വെച്ച് അത് കഴിഞ്ഞ് ഇപ്പുറത്ത് വന്ന് അവിടെയും തൊഴുത് എന്നിട്ട് നേരെ അമ്പലത്തിലേക്ക് കയറി. ഈ അമ്പലം എന്ന് പറയുന്നത് നാകുളങ്ങര ശ്രീ മഹാദേവ ക്ഷേത്രമാണ്. നല്ല രസമാണ് ഇവിടെ. ഞാൻ എന്നിട്ട് അകത്തൊക്കെ വലത്തിട്ട് പ്രാർത്ഥിച്ച് എൻ്റെ ഭഗവാനെ കാത്തോണേ. എന്നിട്ട് നേരെ പ്രസാദമൊക്കെ മേടിച്ചു പുറത്തേക്ക് പോയി ഭഗവാൻ ടാറ്റ കൊടുത്തു. എന്നിട്ട് ആൽച്ചോട്ടിൽ വന്ന് ആൽമരത്തിന് കുറച്ച് ചങ്ങനമൊക്കെ തൊട്ട് കൊടുത്തു, ആലിനെ വലത്ത് വെച്ച് എന്നിട്ട് കാവൊക്കെ കണ്ടു. എന്നിട്ട് ഞാൻ തിരിച്ചിങ്ങോട്ട് പോന്നു. ഇവിടെ ശരിക്കും നല്ല ഭംഗിയാണ്, സീരിയസ്ലി നല്ല ഭംഗിയാണ്. പിന്നെ എനിക്ക് കോളേജിൽ പോകുന്ന സമയമായി. ഞാൻ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോയി. ടാറ്റ ബൈ ബൈ, ഓക്കെ, സീ യു. എൻ്റെ യൂട്യൂബ് ദൈവമേ കാത്തോളേ.